പൊന്നാനിയിലൊക്കെ തോൽപ്പിക്കാൻ വന്നിട്ട് അവിടുന്ന് ഞങ്ങളൊക്കെ സുഖമായി ജയിച്ചു കയറി. അതുകൊട്ടെ എല്ലാരെ കൂട്ടത്തിലുമായി നിന്ന് കള്ളി പുറത്തറിയാതെ അങ്ങനെ പോവ്. ഇപ്പൊ ആലപ്പുഴ പോയി നിന്നപ്പോ കിട്ടി മഹത്തായ 1800 വോട്ട്. 1800 വോട്ടേ. ഇമാരി ഭക്ഷണത്തരത്തിന് പോവാൻ പാടുണ്ടോ? ഇതിനാണിപ്പോ ഈ കാടൊക്കെ ഇവിടെ ഇളക്കിയത്. മീഡിയ ഒക്കെ പത്രങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ കഥ ഇതാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വലിയ വമ്പും മൂക്കും ഒക്കെ പറഞ്ഞ പാർട്ടി ഒറ്റക്കൊന്ന് മത്സരിച്ച് നോക്കുമ്പോ ആസാദുവിന്റെ വോട്ടില്ല. 1800 വോട്ട്. വേറൊരു പാർട്ടി പിറന്നു വീണു. ഇപ്പോ പിറന്ന ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇവിടെ കണ്ണൂരെത്തി. അപ്പോ അവിടെ മത്സരിച്ചു SDPI. അവർക്കും കിട്ടി ഏതാണ്ട് അത്രയൊക്കെ വോട്ട് തന്നെ. ഞാൻ വല്ലാതെ പറഞ്ഞ് ഇനി വേദനിപ്പിക്കുന്നില്ല, പോട്ടെ. കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇവർക്കൊന്നും മുസ്ലിം ലീഗ് ആവാൻ പറ്റൂല. മുസ്ലിം ലീഗിന്റെ ചരിത്രം ഇവിടെ, മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അത് വേറൊരു സംഭവമാണ്. കണ്ടില്ലേ? നിങ്ങളൊന്ന് ബംഗാളിലേക്ക് നോക്കി. അവിടെ എന്താ കഥ? പോളിങ് പാപ്പറസൂട്ടായി ഡിക്ലെയർ ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇനി പാപ്പറായി ബംഗാൾ. അവിടെ മതിയാക്കുക. 11 വരെ 2011 വരെ സമയമുണ്ട്. മതിയാക്കുക.